ശ്രീ പരമേശ്വര, നാം എന്താണ് ഈ കാണുന്നത്? ആരാണ് ഈ കുഞ്ഞുങ്ങൾ? ഒന്നും വ്യക്തമാകുന്നില്ലല്ലോ ഭഗവാനെ. മഹാദേവ, ഭക്തവത്സലനായ അങ്ങ് എന്താണ് മഹാതാപസനായ സത്യപൂർണ മഹർഷിക്ക് മോക്ഷപദം നൽകാതെ കർമ്മചക്രങ്ങളിലേക്ക് വീണ്ടും വഴിതിരിച്ചുവിടാൻ കാരണം? ദേവി, മഹത്തുക്കൾ ഒരിക്കലും കർമ്മബന്ധങ്ങൾ സൃഷ്ടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ജനനമരണ ചക്രങ്ങളിൽ പെട്ടുടലുകയുമില്ല. അവർ എല്ലാ കർമ്മങ്ങളും ഈശ്വരനിൽ അർപ്പിച്ച് ഞാനെന്ന അഹങ്കാരത്തെ വെടിഞ്ഞ് കർത്തവ്യങ്ങൾ നിറവേറ്റുന്നു. പക്ഷേ മോക്ഷപദം ആഗ്രഹിച്ച സത്യപൂർണ മഹർഷിക്ക് അങ്ങ് നൽകിയത് 2 പെൺകുഞ്ഞുങ്ങളെയല്ലേ? അതിനാൽ അവരെ വളർത്തേണ്ട കർത്തവ്യം മഹർഷിയിൽ നിക്ഷിപ്തമായില്ലേ? ഇനി എന്നാണ് അദ്ദേഹത്തിന് മോക്ഷപദം പ്രാപ്തമാവുക? ഇത്തരത്തിൽ കാലവിളംബം സൃഷ്ടിച്ചതിന് ഹേതു എന്താണ്? പൂർവജന്മത്തിൽ ഗൃഹസ്ഥാശ്രമ കർമ്മങ്ങൾ പൂർത്തിയാക്കാതെ സന്യാസം സ്വീകരിച്ച ആളായിരുന്നു സത്യപൂർണൻ. ഈ ജന്മം ജനനം മുതൽ ഈശ്വരഭജനവും തപസ്സുകളുമെല്ലാം മുടങ്ങാതെ ചെയ്യുന്നുണ്ടെങ്കിലും കർമ്മശിഷ്ടം തീർക്കാതെ സത്യപൂർണന് മോക്ഷപദം നേടാനാവില്ല. അതുടൻ തന്നെ സാധ്യമാവുന്നതിന് വേണ്ടിയാണ് നാം 2 കുഞ്ഞുങ്ങളെ സത്യപൂർണന് നൽകിയത്. ദേവകാര്യത്തിനായി ജന്മമെടുത്ത കുട്ടികളാണവർ. ആശ്രമത്തിലെ അന്തരീക്ഷം അവരുടെ വളർച്ചയെ സ്വാധീനിക്കുകയും ജന്മോദ്ദേശം സഫലമാകാൻ കാരണമാകുകയും ചെയ്യുന്നതാണ്. അങ്ങയുടെ ലീലകൾ അപാരം തന്നെ ദേവ. ആ കുഞ്ഞുങ്ങളുടെ ജന്മോദ്ദേശം എന്താണെന്നറിയാൻ നമുക്ക് തിടുക്കമായി. അതും കൂടി പറഞ്ഞാലും പ്രഭു. ദേവി, ശിവശക്തി സമന്വയമായ ഈ പ്രപഞ്ചത്തിലെ ഭൂതഭാവി വർത്തമാനങ്ങളെല്ലാം അറിയുന്ന ദേവി എന്തേ ഇപ്രകാരം ചോദിക്കാൻ? എല്ലാം അങ്ങയിൽ നിന്നും കേൾക്കാനാണ് നമുക്കിഷ്ടം മഹാദേവ. മായയാൽ മനുഷ്യരുടെ മനസ്സിൽ സൃഷ്ടമായ മൂഢവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്ന വലിയൊരു കർത്തവ്യം അവരുടെ ജന്മോദ്ദേശത്തിലുണ്ട്. അത് കാലവിളംബമില്ലാതെ ദേവിക്ക് ബോധ്യപ്പെടുന്നതാണ്. ശ്രാവണമാസത്തിലെ തിങ്കളാഴ്ചയും ആയില്യം നക്ഷത്രവും കൂടിയായി ഇന്ന് കുഞ്ഞുങ്ങളുടെ നാമകരണത്തിന് ശുഭദിനമാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ കുഞ്ഞുങ്ങൾക്ക് അവിടുന്ന് തന്നെ നിർദ്ദേശിച്ച നാമങ്ങൾ ഞാൻ നൽകുന്നു. കമല, കമല, കമല. വിമല, വിമല, വിമല. നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹവും വാത്സല്യവും ഈ കുഞ്ഞുങ്ങൾക്ക് സദാകാലവും ഉണ്ടാവണം. മഹാദേവായ വിദ്മഹേ 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 രുദ്രമൂർത്തായ ധീമഹി തന്നോ ശിവ പ്രചോദയാത് തന്നോ ശിവ പ്രചോദയാത് പ്രചോദയാത്. ഒരിക്കൽ നാരദൻ വിശിഷ്ടമായൊരു മാമ്പഴവുമായി കൈലാസത്തിലെത്തി. അവിടെ ഭഗവാൻ പരമശിവനോടും പാർവതിയോടുമൊപ്പം മക്കളും ഉണ്ടായിരുന്നു. ആരൊക്കെയാണവർ? വിഘ്നേശ്വരനും സുബ്രഹ്മണ്യനും. അതെ, അവർ 2 പേരും ഉള്ളതുകൊണ്ട് നാരദർ കൊണ്ടുവന്ന മാമ്പഴം മക്കളിൽ ആർക്കു കൊടുക്കണമെന്ന് തർക്കമായി. വിഘ്നേശ്വരനും സുബ്രഹ്മണ്യനുമായി പകുത്തു നൽകാമെന്ന് മഹാദേവൻ പറഞ്ഞു.
അത് വെറും മാമ്പഴമല്ലെന്നും വിശിഷ്ടമായ ജ്ഞാനപ്പഴമാണെന്നും അത് മുറിച്ചാൽ ഫലം പോകുമെന്നും നാരദർ പറഞ്ഞു. ഭഗവാനെ അപ്പോ എന്ത് ചെയ്യും? ഒരു പരീക്ഷണം നടത്താമെന്നും അതിൽ വിജയിക്കുന്ന ആൾക്ക് ജ്ഞാനപ്പഴം നൽകാമെന്നും തീരുമാനമായി. എന്തായിരുന്നു അച്ഛാ പരീക്ഷണം? പറയാം. ആരാണോ ആദ്യം 3 പ്രാവശ്യം ലോകം ചുറ്റി വരുന്നത് അവർക്കായിരിക്കും ജ്ഞാനപ്പഴം ലഭിക്കുക. ഇത് കേട്ട ഉടനെ ഭഗവാൻ സുബ്രഹ്മണ്യൻ തന്റെ വാഹനത്തിൽ ലോകം ചുറ്റാനായി പുറപ്പെട്ടു. എന്താണ് ഭഗവാന്റെ വാഹനം? മയിൽ. അതെ. എന്നാൽ വിഘ്നേശ്വരന് അതിനാകുമായിരുന്നില്ല. എന്താണ് കാരണം? വിഘ്നേശ്വരന്റെ വാഹനം എലിയായതുകൊണ്ട്. അതെ. പക്ഷേ ഭഗവാൻ വിഘ്നേശ്വരൻ അതീവ ബുദ്ധിശാലിയായിരുന്നു. ഭഗവാൻ തന്റെ വാഹനമായ എലിയുടെ മേലേറി മാതാപിതാക്കളായ ശ്രീപരമേശ്വരനെയും പാർവതീദേവിയെയും 3 പ്രാവശ്യം വലം വച്ചു. മക്കൾക്ക് ലോകമെന്നാൽ മാതാപിതാക്കളാണെന്ന് മൊഴിയുകയും ചെയ്തു. അങ്ങനെ ഭഗവാൻ വിഘ്നേശ്വരൻ പരീക്ഷണത്തിൽ വിജയിച്ചു. ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? വേണ്ട സമയത്ത് വേണ്ടുന്ന രീതിയിൽ ബുദ്ധി ഉണർന്ന് പ്രവർത്തിച്ചാൽ എന്നും വിജയം നമ്മോടൊപ്പമായിരിക്കും. അതിനു വേണ്ടത് കർമ്മങ്ങൾ നിഷ്ഠയോടെ ചെയ്യുക എന്നുള്ളതാണ്. എന്നും ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് നിത്യകർമ്മങ്ങൾ ചെയ്ത് ഇഷ്ടദേവനെ പ്രാർത്ഥിച്ച ശേഷം മറ്റു പ്രവൃത്തികളിലേക്ക് കടക്കുക. അങ്ങനെ ചെയ്യുന്നവർക്ക് എന്നും ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കും. അവർക്ക് വിജയവും സുനിശ്ചിതമായിരിക്കും. കർമ്മവിഘ്നങ്ങളെല്ലാം അകറ്റി സിദ്ധിയും ബുദ്ധിയും പ്രാപ്തമാകുവാൻ ആദ്യം ഭഗവാൻ വിഘ്നേശ്വരനെ തന്നെ സേവിക്കുക. ശരി അച്ഛാ. ഓം വിഘ്നേശ്വരായ നമഃ. കമല, വിമല, മക്കളെ, ഈ കുട്ടികൾ എവിടെ പോയി? കമല, വിമല, മാർക്കണ്ഡേയ, കമലയും വിമലയും എവിടെ? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. അവരിവിടെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടെങ്കിൽ കാണണ്ടേ മാർക്കണ്ഡേയ? ഞാൻ സ്നാനത്തിന് പോകും മുമ്പേ പറഞ്ഞിരുന്നതല്ലേ കുട്ടികളെ ശ്രദ്ധിക്കണമെന്ന്? ഇത്ര നേരവും കുട്ടികൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഗുരുജി. പിന്നെ അവർ എങ്ങോട്ടാ പോയത്? അവർ കുഞ്ഞുങ്ങളാണെന്ന ചിന്ത പോലുമില്ലേ? കുട്ടികൾ ആശ്രമ പരിസരത്ത് തന്നെ ഉണ്ടാകും. അവിടെ നിന്ന് വിഷമിക്കരുത്, ഞങ്ങൾ നോക്കട്ടെ. ഞാൻ പൂജയ്ക്കൊരുങ്ങട്ടെ. അപ്പോഴേക്കും നിങ്ങൾ അവരെയും കൂട്ടി ഇവിടെ എത്തിയിരിക്കണം. ശരി ഗുരുജി. ഭഗവാനെ ശ്രീ പരമേശ്വര, എന്റെ കുട്ടികൾക്ക് ആപത്തൊന്നും വരുത്തരുതേ. അടിയനെ ഇങ്ങനെ സങ്കടപ്പെടുത്തരുതേ. അവരെവിടെയാണെന്ന് കാട്ടിത്തന്നാലും ഭഗവാനെ. കമലേ, വിമലേ, ഈ കുട്ടികൾ ഇതെവിടെ പോയതാണാവോ? സ്വാമി ആ ഭാഗത്തേക്ക് നോക്കൂ, ഞാൻ ഈ ഭാഗത്തേക്ക് നോക്കൂ. ശരി സ്വാമി. സ്വാമി, അവിടെ എങ്ങും കണ്ടില്ല. ഇവിടെയും കണ്ടില്ല. സ്വാമിയോട് എന്ത് പറയുമോ ആവോ? എന്താ ഇപ്പൊ ചെയ്യാ? കുട്ടികളുടെ ശബ്ദമില്ല കേക്കണേ. വരൂ. ഭൂതാദിപായ വിദ്മഹേ ഭവപുത്രായ ധീമഹി തന്യോ ശാസ്ത്ര പ്രചോദയാത്. ആഹാ, നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ? എവിടെയെല്ലാം അന്വേഷിച്ചു, ഭയപ്പെടുത്തി കളഞ്ഞല്ലോ. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാതെ ആശ്രമത്തിലേക്ക് വരൂ. ഇല്ല, ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞേ വരുന്നുള്ളൂ. നിങ്ങളെ കാണാതെ ഗുരുജി ആകെ പരിഭ്രമത്തിലാണ്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് വരാം. അച്ഛനോട് പോയി പറയൂ.
ധർമ്മശാസ്താവിന്റെ അനുഗ്രഹമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒരാപത്തും വരില്ല. കൂട്ടിക്കൊണ്ട് ചെന്നില്ലെങ്കിൽ ഗുരുജി ഞങ്ങളോട് കോപിക്കും. വരൂ. ഒന്ന് നിൽക്കൂ, പ്രാർത്ഥന മുഴുമിപ്പിച്ചിട്ട് ഇപ്പൊ വരാം. ഭഗവാനെ കൈലാസനാഥ, അച്ഛാ, മക്കളെ, നിങ്ങളിത് എങ്ങോട്ടാ പോയത്? അച്ഛൻ വല്ലാതെ പരിഭ്രമിച്ചു പോയി. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ആശ്രമ പരിസരത്തു നിന്നും തനിച്ചും മറ്റെങ്ങോട്ടും പോകരുതെന്ന്. പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയതാണ് അച്ഛാ. പ്രാർത്ഥിക്കാനോ? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും പൂജിക്കാനും ഇവിടെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ ഉണ്ടല്ലോ. ഞങ്ങൾ പൂജിക്കുന്നത് ശ്രീ ധർമ്മശാസ്താവിനെയാണ് അച്ഛാ. ശാസ്താവിനെയോ? അതിനെന്താ അച്ഛാ, ശാസ്താവ് ശ്രീ പരമേശ്വരന്റെ പുത്രനല്ലേ? ഉം. അപ്പോൾ ശ്രീ പരമേശ്വരനും സന്തോഷമേറുകയല്ലേ ഉള്ളൂ. അച്ഛൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ളതല്ലേ എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന്. ആ, അച്ഛൻ പരമേശ്വരനെ ഭജിക്കുന്നത് പോലെ ഞങ്ങൾ ശാസ്താവിനെ ഭജിക്കുന്നു, അത്രേ ഉള്ളൂ. ഉം. ധർമ്മശാസ്താവിന്റെ കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതും അച്ഛൻ തന്നെയല്ലേ. ഓ, ആ ധർമ്മപാലകനെ ഭജിക്കുന്നതാണ് ഞങ്ങൾക്കിഷ്ടം. അത് ഇവിടെ ഇരുന്നും ആകാമല്ലോ. ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ലേ അച്ഛാ ഞങ്ങൾ പുറത്തു പോയത്. ഇനി നിങ്ങൾ ധർമ്മശാസ്താവിനെ പൂജിക്കുന്നതിനായി പുറത്തു പോകേണ്ടതില്ല. അതിനുള്ള സൗകര്യം അച്ഛൻ ഇവിടെ ഒരുക്കിത്തരാം. ഭഗവാനെ കൈലാസനാഥ, ഇനി എത്ര നാൾ അങ്ങയെ കാണാനും ഭജിക്കാനും സാധിക്കും ഭഗവാനെ? ഓർമ്മ വച്ച നാൾ മുതൽ ഇന്നുവരെയും മുടക്കിയിട്ടില്ല ഇവിടുത്തെ ഭഗവത് ദർശനം. മനസ്സിലെ സങ്കടങ്ങൾ കേൾക്കാനും ജീവിതത്തിലെ പ്രതിസന്ധികൾ പരിഹരിക്കാനും എന്നും ഒപ്പം ഉണ്ടായിരുന്നു ഭഗവാൻ കൈലാസനാഥൻ. എന്നിട്ടിപ്പോ ആ മൂർത്തിക്ക് തന്നെ ഒരു ആപത്ത് വരിക എന്ന് വെച്ചാ ഭഗവാന്റെ സന്തോഷവും സങ്കടവും ഈ പൂജാരിയേക്കാൾ കൂടുതൽ ആർക്കാ അറിയാൻ കഴിയുക? ഭഗവാൻ ഇപ്പോ മൗനത്തിലാണ്. നമ്മുടെയൊക്കെ സങ്കടം കണ്ടിട്ടും കാണാത്തതുപോലെ ഒരുതരം യോഗനിദ്ര. കൽപ്പനയാണത്രേ, രാജകൽപ്പന. രാജ്യം ഭരിക്കുന്ന ഉപേന്ദ്ര പെരുമാളിന്റെ ഉഗ്രശാസനം. പെരുമ്പറ മുഴക്കി ഉദ്ഘോഷകർ നാട് മുഴുവൻ അറിയിച്ചു കഴിഞ്ഞു. ശൈവാരാധന ഈ രാജ്യത്ത് നിരോധിക്കുന്നുവെന്ന്. ഇനി ഇവിടെ വൈഷ്ണവ ക്ഷേത്രങ്ങൾ മാത്രം മതിയത്രേ. ഭക്തർ ഏത് ദൈവത്തെ ആരാധിക്കണമെന്ന് തീരുമാനിക്കുന്നത് രാജ്യം ഭരിക്കുന്നവരാണോ? ഈ രാജ്യത്തിനൊരു സംസ്കാരമുണ്ടായിരുന്നു, പാരമ്പര്യമുണ്ടായിരുന്നു. അതിനെല്ലാം അല്ലേ ഒരു ഏകാധിപതി തന്റെ ഉത്തരവ് കൊണ്ട് തച്ചുടച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നത്. അതാണ് ഭരിക്കുന്നവന്റെ തന്ത്രം, മിടുക്ക്. ഭരണപരാജയങ്ങൾ മറയ്ക്കാൻ അവൻ കണ്ടെത്തുന്ന കുടില ബുദ്ധി. സത്യം തിരിച്ചറിയുന്ന ജനം എന്നായാലും ഒന്നിക്കുക തന്നെ ചെയ്യും. അന്ന് അവസാനിച്ചോളും എനിക്ക് ശേഷം പ്രളയമെന്ന ഭരണാധികാരികളുടെ ചിന്ത. പക്ഷെ അങ്ങനെ ഒരു നാൾ എത്തും വരെ ഇത്തരം അനീതികൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണമെന്നാണോ? നമ്മുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും പ്രാകൃത സംസ്കാരമാണ് പോലും. ശംഭു, ഭഗവാന് പോലും ചില നേരങ്ങളിൽ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് പുരാണങ്ങളിലുണ്ട്. പിന്നെയാണോ കേവലം മനുഷ്യരുടെ കഥ? ഉള്ളൊരുകി ഈശ്വരനാമം ഉരുവിട്ട് ഭഗവാനോട് തന്നെ പ്രാർത്ഥിച്ചോളൂ. ശ്രീ പരമേശ്വരൻ താമസമിന ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തിക്കോളും. ശംഭോ മഹാദേവ.
എന്തും തടുക്കാം. പക്ഷേ വിധിയെ തടുക്കാൻ ആർക്കും സാധ്യമല്ല. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം. പഞ്ചസധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരചന്ദ്ര